എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷനിലെ അതിശക്തമായ അല്ലെങ്കിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു പവർഫുള്ളായ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു പവർഫുൾ ടെക്നിക്ക് പറയുന്നതിന് മുമ്പായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന ആ ഒരു പവർഫുൾ ടെക്നിക്കിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞത എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് നിങ്ങൾ വീഡിയോസിലൂടെയും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളിലൂടെയും നിങ്ങൾ കണ്ടിരിക്കാം. എന്നിട്ടും നിങ്ങളിത് കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ചില വ്യക്തികൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യമായി തന്നെ നമ്മൾ എന്തിനാണ് നന്ദി പറയേണ്ടത്? അതായത് നമുക്കില്ലാത്ത വസ്തുക്കൾ ഒരു വ്യക്തി നമുക്ക് നൽകുമ്പോഴാണ് നമ്മൾ നന്ദി പറയുക, അല്ലേ? അതായത് ഉദാഹരണത്തിന് ഒരു വ്യക്തി നിങ്ങൾക്ക് പണം നൽകി, അപ്പോൾ നിങ്ങൾ നന്ദി പറയും. ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തുക്കൾ നൽകി, അപ്പോഴും നിങ്ങൾ നന്ദി പറയും. ഇത്തരം രീതിയിൽ വസ്തുക്കൾ, നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ മറ്റു വ്യക്തികളെല്ലാം തന്നെ നിങ്ങൾക്ക് നൽകുമ്പോൾ മാത്രമേ നിങ്ങൾ നന്ദി പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കില്ലാത്ത വസ്തുവിനോടാണല്ലോ നമ്മൾ നന്ദി പറയുന്നത്, അത് നമുക്ക് ലഭിക്കുമ്പോൾ. ഇനി നമ്മളിന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഈ ലോകത്തുള്ളത്? നമ്മൾ പറയും, എനിക്ക് കാറുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര പണമുണ്ട്, എൻ്റെ സൗന്ദര്യമുണ്ട്, എനിക്ക് നല്ല ശരീരമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അതെൻ്റേതാണ്, അതായത് എനിക്ക് ഓൾറെഡി ഉള്ള കാര്യമാണ് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. സത്യത്തിൽ നമുക്ക് എന്താണുള്ളത് എന്ന് നോക്കാം. നമ്മളിന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തിലൂടെയാണ്. ബീജവും അണ്ടവും ചേർന്ന് ഒരു മാംസപിണ്ഡമായി നമ്മൾ മാറുന്നു. അതിലേക്ക് ജീവൻ എത്തിച്ചേർന്ന് നമ്മളിന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചെറിയൊരു രൂപമായി മാറുന്നു. അങ്ങനെ ഏകദേശം 9 മാസം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെയുള്ള അണ്ടത്തിലും ബീജത്തിലും നമ്മളില്ല, അതായത് നമ്മളിതല്ലല്ലോ. അതിനുശേഷം ആ അണ്ടവും ബീജവും വളർന്നു നിൽക്കുന്ന സമയത്ത് അതിനാവശ്യമായ ഊർജം അമ്മ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് നൽകുന്നു. ആ ഭക്ഷണത്തിലോ ഒന്നും തന്നെ നമ്മളിന്ന് പറയുന്ന വ്യക്തി സമ്പാദിച്ചതോ ഒന്നും തന്നെയല്ല. 9 മാസങ്ങൾക്ക് ശേഷം നമ്മൾ ജനിക്കുന്നു. ചെറിയ കുട്ടിയായതു മുതൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മലമൂത്ര എല്ലാം തന്നെ അമ്മയുടെ സഹായത്തോടെയാണ് മാറ്റപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമാവട്ടെ, എല്ലാം തന്നെ നമുക്ക് നമ്മളതല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായും മനസ്സിലാക്കേണ്ടതാണ്. ലോകത്ത് എത്രയോ വ്യക്തികൾ നല്ല ഭക്ഷണമില്ലാതെ, ആരോഗ്യമില്ലാതെ, വീടില്ലാതെ ജീവിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പല അനുഗ്രഹങ്ങളുണ്ട്, അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്ത കാര്യത്തിനാണ് ആദ്യം തന്നെ നന്ദി പറഞ്ഞ് തുടങ്ങുന്നത്. ഇത് ഏറ്റവും വലിയ തെറ്റാണ്. നമുക്ക് ഇല്ലാത്ത കാര്യത്തിന് നന്ദി പറയുകയല്ല വേണ്ടത്. ഉള്ള കാര്യം എന്താണോ അതിനാദ്യം തന്നെ നന്ദി പറഞ്ഞ് ശീലിക്കുക. നല്ല ഭക്ഷണത്തിന്, നല്ല രൂപത്തിന്, കാഴ്ചക്ക്, സംസാര ശൈലിക്ക്, നിങ്ങളുടെ ബന്ധങ്ങൾക്ക്, സമ്പത്തിന്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ, അതായത് നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറുന്നതാണ്. നിങ്ങളില്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുക, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഉള്ള കാര്യത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിമിഷത്തിലുള്ളത് അത് ഒന്ന് എണ്ണി നോക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനില, നിങ്ങളുടെ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് മാറാൻ സാധിക്കും. വേദന എന്തുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ടോ നമുക്കുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴോ ആണ് നമ്മൾ വേദനിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ, ആ ഒരു നിമിഷത്തിൽ നമുക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി
മറ്റൊരു കഥ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കഥ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പരിവർത്തനം കൊണ്ടുവരുന്നതാണ്. നമ്മളെല്ലാവരും അമ്പലങ്ങളിലും പള്ളികളിലും പോയിട്ട് എന്താണ് പ്രാർത്ഥിക്കുക? ദൈവമേ, നീ എന്തിനാണ് ഇത്ര ക്രൂരത തന്നത്? നീ എനിക്ക് സങ്കടങ്ങൾ മാത്രമാണല്ലോ നൽകിയത്. ഇല്ലെങ്കിൽ എന്തിനാണ് ഈ ജന്മം, എനിക്ക് ഇത്രയും വൃത്തികെട്ട ജന്മം നൽകിയത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ. അതിൻ്റെ കാരണം ഞാനൊരു കഥയിലൂടെ പറയാൻ പോവുകയാണ്. ഒരു വൃദ്ധയും വിരൂപയുമായ സ്ത്രീ. അദ്ദേഹത്തിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കുടുംബമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരമായും കഠിനമായുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ വൃദ്ധയും വിരൂപയുമായ സ്ത്രീ ദൈവത്തോട് ആവശ്യപ്പെടുകയല്ല ചെയ്തത്. ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ദൈവം ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് വേണ്ടത്? എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് അനുഗ്രഹമല്ല വേണ്ടത്. ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങയോട് പ്രാർത്ഥിച്ചത്. അതായത് എനിക്ക് എത്രയോ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഞാൻ അനുഗ്രഹങ്ങൾ എണ്ണാൻ പോവുകയാണ്. സുന്ദരിയും പതിവ്രതയും ഇത്ര കുട്ടികളുടെയും സമ്പന്നയുമായ എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം നൽകിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അതായത് സുന്ദരിയും പതിവ്രതയും ഇത്ര കുട്ടികളുടെ അമ്മയും സമ്പന്നയുമായ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയതിന് ഞാൻ അങ്ങയോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷനിലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം, അതായത് കൃതജ്ഞതയുടെ മറ്റൊരു വശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് തുടങ്ങിയ ശേഷം നമുക്ക് എന്താണോ ഇല്ലാത്തതിന് അതിനും നന്ദി പറയുക. അത് നന്ദി പറഞ്ഞ് ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് റീവയറിംഗ് ആണ് ചെയ്യുക. ഇപ്പം നിങ്ങൾ പണത്തിന് നന്ദി പറയുന്ന സമയത്ത് പണം നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നില്ല. കാരണം പണം ചിലപ്പോൾ അവസരങ്ങളിലൂടെ, ചിലപ്പോൾ ഏതെങ്കിലും ബിസിനസ് അവസരങ്ങളിലൂടെയും വരും. അതോടൊപ്പം തന്നെ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ഉള്ളത് അതിന് നന്ദി പറഞ്ഞു തുടങ്ങുകയും അതിനുശേഷം ഇല്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് ഉള്ളതായി അതിന് നന്ദി പറയാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. പിന്നെ നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാർ വലിയ രീതിയിൽ ഉയരുന്ന സമയത്ത് അവർക്കും നന്ദി പറയുക, അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാതെ നിങ്ങൾ സമൂഹത്തിനും ചുറ്റുമുള്ള വ്യക്തികൾക്കും ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാത്ത അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ എന്ന് പറയണ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. ദൈവമേ, എനിക്ക് ഈ രൂപം തന്നല്ലോ, മറ്റുള്ളവരെ രൂപം നോക്കൂ, എത്ര മനോഹരമാണ്, എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് നല്ല ബന്ധങ്ങളില്ലല്ലോ. കാരണം എനിക്ക് ബന്ധങ്ങളുള്ള കാര്യങ്ങൾ, അതായത് നല്ല ബന്ധങ്ങളുള്ള കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നോക്കുക. അവനതുണ്ട്, അവനിതുണ്ട്, അല്ലെങ്കിൽ അവൾക്കിതുണ്ട്. ഈ രീതി ചിന്തിച്ച് വേദനിക്കുകയും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിൽ എന്തെല്ലാമാണോ ഉള്ളത് അതിനെ ആസ്വദിക്കാൻ ശീലിക്കുക. അതിന് പ്രപഞ്ചശക്തിയോട് ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നന്ദി പറയുക. നമ്മൾ ഇന്നു മുതൽ അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരിക്കും, ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരു 10 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. നിങ്ങൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ കണ്ണുകൾ അടച്ചിട്ട് ആ സർവശക്തനായ ദൈവത്തോട് അഥവാ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ നന്ദി പറയുക. എനിക്ക് കണ്ണുകൾ തന്നു, എനിക്ക് സമ്പത്ത് തന്നു, എനിക്ക് ആരോഗ്യം തന്നു, എനിക്കൊരു വീട് തന്നു, ഇന്നത്തെ ഭക്ഷണത്തിന് നന്ദി. ഈ രീതിയിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. സത്യത്തിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കായി കാണാതെ ഇതൊരു ജീവിത ശൈലിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് സ്വയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ടെക്നിക്ക് എന്ന് പറയാതെ ഒരു ഹാബിറ്റാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ പങ്കുവെക്കുക. കാരണം പലപ്പോഴും നമ്മൾ പണം നൽകുന്നതിനേക്കാട്ടും ഉപരിയായി പണം സമ്പാദിക്കാനുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഇതിൻ്റെ താഴെ നല്ല കമൻറ്റ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തികൾക്കും
ഞാൻ നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി.